ഹലോ, ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ആദ്യം തന്നെ മാമയത്തിൻ്റെ വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ ക്രീമാണ് ഇട്ട് കൊടുത്തത്. ഇതൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. എനിക്കിത് നല്ല കംഫർട്ടാണ്. പിന്നെ ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പ്രൈമർ ഏകദേശം കഴിയാറായി, എന്നാലും ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ NYBയുടെ ഒരു കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്തത്. ഈ കൺസീലർ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിന് എനിക്കിത് നല്ല കംഫർട്ടാണ്. ചെറുതായിട്ട് ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ഫേസ് സ്കാനഡയുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. കൂടെ തന്നെ NYBയുടെ സ്ട്രോപ്പ് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ യൂസ് ചെയ്തത്. കാരണം സ്പോഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്രീം സ്പോഞ്ചിലിരിക്കും. പിന്നെ ഞാൻ ഫേസ് സ്കാനഡയുടെ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തു. ഇതും നല്ല രീതിയിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് അധിക ടൈമൊന്നും ഇടാൻ നിന്നില്ല. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ചെറിയൊരു ഹൈബ്രോ പാലറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഹൈബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടോ. അതിനെനിക്ക് കുറച്ച് അധികം ടൈം തന്നെ വേണ്ടി വന്നു. എൻ്റെ ഏറ്റവും കൂടുതൽ ടൈം പോകുന്നതും ഇതിനൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ചെറുതായിട്ട് ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചാണ്ട് ഏത് കമ്പനിയുടെയാണെന്ന് ഞാൻ നോക്കുന്നില്ല. ഇത് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വൃത്തികേടാവാത്ത രീതിയിൽ. ഇതിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈം പോയി. കൂടുതൽ കണ്ണിത്തിരി നല്ല ഭംഗിയിൽ നിൽക്കണമെന്നാണല്ലോ. പിന്നെ ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. കാജൽ അടിക്കണ്ണ് എഴുതാനും മുകളിൽ കണ്ണെഴുതാനും എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. കുറച്ച് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ ലാക്മേഡ് ഐലൈനർ വെച്ചിട്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐലൈനറാണ്. എനിക്ക് നല്ല കംഫർട്ടാണ് കേട്ടോ ഈ ഐലൈനർ യൂസ് ചെയ്യാനും. പിന്നെ എൻ്റെ ഫേവറേറ്റ് വൺ നൈക്കിൽ നിന്ന് ഞാൻ വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്കും ന്യൂഡ് ലിപ്സ്റ്റിക് ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിടുമ്പോൾ വേറൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കളർ എനിക്ക് കിട്ടും. ഈ രണ്ട് കളർ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഇതും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഫേസിൽ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മുടി കെട്ടായിട്ടോ. ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചധികം ടൈം തന്നെ വേണ്ടി വന്നു. എൻ്റെ അമ്മയ്ക്ക് നേരെ വകച്ചിട്ട് മുടി ചെയ്യുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് അത് തന്നെ ആവാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാൻ മുടിയൊക്കെ സെറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല ഭംഗിയിലങ്ങ് ഒരുങ്ങി. എനിക്കൊരു കുഞ്ഞി കമ്മലുണ്ടായിരുന്നു, ആ ജിമിക്ക് കമ്മലിട്ടു, പൂവും വെച്ചു. അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ ഫേസ് സ്കാനഡയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ ഒഴിച്ചു. ശുഭം. അപ്പം ശരി.